എവിടെന്നാ ഈ മോട്ടോർ സൈക്കിള്? ഞാൻ ഇതങ്ങ് മേടിച്ചടി. ആ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകണമെങ്കിൽ എളുപ്പമായില്ലേ. ആ, നമുക്ക് പള്ളി പോകാനും ഇത് കൊള്ളാം. പള്ളി മാത്രല്ല, ഇതേ കേറിയ സെമിത്തേരി പോകാനും എളുപ്പമാ. ഇതേലൊന്ന് കേറി ഓടിച്ചു നോക്കിയാലോ? മൈസ്രാട്ടിന്റെ കെട്ടിയൊക്കെ കാർ ഓടിക്കാമെങ്കിൽ എനിക്ക് എന്താ സ്കൂട്ടർ ഓടിച്ചാല്? ആദ്യം പതിയെ ഓടിച്ചു നോക്കിയാ മതി. ആ ആക്സിലേറ്ററെ പതിയെ ഒന്ന് തിരിക്കാം. ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്കടി. ഇപ്പൊ മനസ്സിലായോ ഗിയർ മാറുന്നത് എങ്ങനെയാണെന്ന്? ആ, ഇനി ഇതാ ആ ലിവർ. അയ്യാ, ഓ സാരമില്ല, കല്ലേ കയറിയതാ, പിടിച്ചിരുന്നോണേ. നല്ല റോഡ്, സ്പീഡ് കൂട്ടിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ മനുഷ്യനെ മിണ്ടാതിരിക്കുന്നേ? അയ്യോ കർത്താവേ, ഇത് ഞാൻ എവിടെ പോയി? അയ്യോ എന്റെ അമ്മേ, കർത്താവേ, നിർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലടാ. അയ്യോ അയ്യോ, ഓടിവായോ ഓടിവായോ, ഈ കുന്ത്രാണ്ട് ഒന്ന് നിർത്തി തരണേ. നാട്ടുകാരെ രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ, ഒന്ന് നിർത്തണേ. അയ്യോ അയ്യോ അയ്യോ. മുറുക്കി പിടിച്ചോണേ, രണ്ടിന് ഹോഴ്സ് പവർ ഇത്തിരി കൂടുതലാ. മുള പോരാ, ഒലക്ക തന്നെ ഇട്ട് പിടിക്കണം. എന്തായിടി, ബൈക്ക് നിർത്തിയോടി? ദൈവാധീനം ഉണ്ട് ചേട്ടാ. വണ്ടി ഒരു മരത്തിലിടിച്ച് നിർത്തി. ഭാഗ്യത്തിന് ചേട്ടത്തിക്കൊന്നും പറ്റിയില്ല. ഹോ, ദൈവത്തിന് നന്ദി. റോഡിന്റെ ഇരുവശങ്ങളിലും ചോലവൃക്ഷങ്ങൾ വയ്ക്കണമെന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? അത് ശരിയാ. ബോബൻ എന്തിയടി? ബോബൻ കൊട്ടയെടുക്കാൻ പോയേക്കുവാ. വണ്ടി വർഷാപ്പിൽ കൊണ്ടുപോണ്ടേ? ഭാര്യമാരെ വരച്ച വരെ നിർത്തണം. അവരുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ചില ഭർത്താക്കന്മാരാണ്. ചേട്ടത്തിയല്ലേ വരുന്നത്? കയ്യിലെന്താ വെട്ടുകത്തി പോലൊക്കെ തോന്നുന്നല്ലോ. മനുഷ്യനെ ഒന്നിങ്ങി വന്നേ. അയ്യോ ഓടിക്കോ. ചേട്ടൻ എന്നാ ചെയ്തു? ആ, ആർക്കറിയാം, ഓടിക്കോ. ഇത് എന്നാത്തിനാ ഓടുന്നേ? ഒരു ചക്ക ഇട്ട് തരാൻ കുറെ നേരമായിട്ട് തിരക്കുന്നു. ഒന്ന് സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. ഒരുത്തനും സഹായിക്കാൻ വയ്യെങ്കി വേണ്ട. എന്നെ കൊണ്ട് ചക്കയിടാൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ. അല്ല പിന്നെ ഓരോ പെണ്ണുങ്ങൾ ഇവിടെ രാജ്യം ഭരിക്കുന്നു, പിന്നെ ആ ചക്കയിടല്. ഉച്ചക്കിനി വെട്ടി വിഴുങ്ങാനിങ്ങി വന്നേക്കട്ടെ. അന്നേരം എന്റെ തനി കൊണ അറിയും. ആണുങ്ങൾക്ക് ഇനെ വെടിയും പറഞ്ഞോണ്ടിരുന്നാ മതിയല്ലോ. ചേട്ടത്തി ചേട്ടനെ ചക്കയിടാൻ വിളിക്കാൻ വന്നായിരുന്നു. ചേട്ടൻ എന്തിനാ പിന്നെ ഓടിക്കളഞ്ഞത്? ചക്കയിടാനായിരുന്നോ? ഞാൻ കരുതി. എനിക്കും അപ്പോഴേ തോന്നിയതാ ചക്ക ഇടാനായിരിക്കുമെന്ന്. പിന്നെന്തിനാ ആശാൻ ഓടിയത്? തനിക്കൊരു കൂട്ടാകട്ടെ എന്ന് കരുതിയാ. അത് പോട്ടെ, താൻ ചെന്നൊരു ചക്ക ഇട്ട് കൂട്. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത യുദ്ധത്തിന്. അത് ശരിയാ. ഏണി പ്ലാവേ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇനി ഇപ്പൊ ചക്കയിട്ടില്ലെന്ന് വേണ്ട. ഏണി നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് മാറ്റി വെക്കാം. അവിടെ ആണെങ്കിൽ സൗകര്യമായിട്ട് നിന്ന് ചക്ക ഇടാലോ. ഏണിക്കെന്നാടാ ഒരു പിടുത്തം പോലെ. അയ്യോ, നീ ആയിരുന്നു. ഈ യുദ്ധം ഉണ്ടാവുന്നത് എങ്ങനെ ചേട്ടാ? യുദ്ധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഇറാഖ് യുദ്ധം.
ഇറാഖ് അമേരിക്കയിൽ നിന്ന് കുറെ കാശ് കടം മേടിച്ചു. അത് തിരിച്ചു ചോദിച്ചപ്പം ഇറാഖ് പറഞ്ഞു തരാൻ പറ്റുകയില്ല. അങ്ങനെ തരിയലെന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടാവോ ചേട്ടാ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ലളിതമാക്കി ഞാൻ പറയാം. എൻ്റെ കെട്ടിയോടപ്പൻ എന്നോടൊരു 1000 രൂപ കടം വാങ്ങിച്ചിട്ട് തിരികെ ചോദിച്ചപ്പം തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആര് കടം വാങ്ങിച്ചെന്നാ? എന്റെ അപ്പനോ? എന്റെ അപ്പൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചെന്നോ? അതിനപ്പം വേറെ ജനിക്കണം. ജമ്മത്തിതേ വരെ എന്റെ അപ്പൻ ആരോട് കടം വാങ്ങിച്ചിട്ടില്ല. പിന്നെ നിങ്ങളോട് വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അപ്പനെ കുറിച്ചൊന്നും പറയണ്ട. അങ്ങേരെ പണ്ടെടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ വീട് ജപ്തി ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും അറിയാടി. അങ്ങേരുടെ മാന്യതയെ കുറിച്ചൊന്നും പറയണ്ട. തന്റെ അപ്പനാടോ കള്ളന്? അങ്ങനെ ഇന്നാള് പോലീസുകാർ പിടിച്ചോണ്ട് പോയില്ലയോ? ചെറ്റത്തരം പറയരുത്. നിന്റെ അപ്പൂപ്പനെ ആയിരിക്കും പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. എന്റെ അപ്പനെയൊന്നും പോലീസുകാർ തൊടുകയില്ല. ഞങ്ങളുടെ കുടുംബക്കാർക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഗതികേട് ഇതുവരെ ഉണ്ടായിട്ടില്ലടി. എന്റെ അപ്പൂപ്പനെ പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാൻ. പറഞ്ഞാ നീ എന്നാ ചെയ്യൂടി? എന്നെ അങ്ങ് തിന്നുവോ? ഒരു തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ. എന്നാ താനൊന്ന് തൊഴിയടോ. തൊഴിച്ചാ നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യോന്ന് അപ്പം കാണാം. എന്റെ കുടുംബത്തെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ എന്റെ അപ്പനെ പറഞ്ഞ് എന്താണോ? എടി. എന്റെ മുകളിൽ വീഴണ്ട. എന്നാ ചേട്ടാ ഈ പേപ്പർ കെട്ട്? അത് ഞാൻ എഴുതിയ ഒരു നോവലാടി. ചേട്ടനപ്പൊ സാഹിത്യകാരൻ കൂടിയാന്നോ? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ സ്കൂളെ പഠിക്കുമ്പോഴേ എഴുതുമായിരുന്നു. പണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ അച്ചടി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എഴുതേണ്ടി വന്നു. പുരയിടം. നോവൽ പൂർത്തിയാക്കിയോ ചേട്ടാ? നോവലൊക്കെ പൂർത്തിയാക്കിയടി. ഇനി ഇതൊന്ന് അച്ചടിക്കാൻ കൊടുക്കണം. ചേട്ടനോ? ചേട്ടന്റെ പുസ്തകം ഒന്നും ആയിട്ടില്ല. ചേട്ടൻ ഇരിക്കെ. ഇപ്പൊ തന്നെ 2 ആഴ്ച ആയല്ലോ. എന്നതാ താമസം? രമേശ് അത് തിരുത്തിക്കൊണ്ടിരിക്കുക. അതാ താമസം. ഞാൻ എഴുതിയത് തിരുത്താൻ അവനാരാ? അയ്യോ, ചേട്ടൻ ഉദ്ദേശിച്ച തിരുത്തല്ല, പ്രൂഫാ തിരുത്തുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പുസ്തകം അച്ചടിച്ച് കയ്യെ തരും, ഉറപ്പ്. എടിയേ, എന്റെ പുസ്തകം അച്ചടിച്ചേച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ എവിടേക്കാടി ഒന്ന് വെക്കുന്നത്? അടുപ്പിനകത്ത് വെക്കാം. നീ നോക്കിക്കോടി, എന്റെ പുസ്തകം ഇവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കും. 2 മാസമായിട്ടും ഒരൊറ്റ പുസ്തകം പോലും വിറ്റില്ലല്ലോടാ. കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് അറയ്ക്കകത്ത് തന്നെ വെച്ചേക്കാം. വില കൂടുമ്പോ വിൽക്കാം. 60 രൂപ ഫിക്സഡ് വിലയാടാ. അത് മാറ്റാൻ പറ്റുകയില്ല. അതല്ല ചേട്ടാ, കടലാസിന് വില കൂടുമ്പം വിൽക്കുന്ന കാര്യമാ. 6 മാസമായി ഇതേവരെ ഒറ്റ പുസ്തകം വിറ്റിട്ടില്ല. അത് അവിടെ ഇരുന്ന് ഉള്ള സ്ഥലം കൂടി മെനക്കെടുത്തുവാ. ഞാൻ വിക്കുപടി. തൂക്കി വിൽക്കും. പഴയ പേപ്പർ വീക്കിലി. ചേർത്തി, പഴയ പേപ്പർ ഉണ്ടോ? എടോ, ഇതേമാതിരി ബുക്കേന് എന്നാ തരും? ഇത് തുണ്ടുകടലാസാ ചേർത്തി. കടക്കാരിത് എടുക്കുകയല്ല. ഇത് വേണ്ട. അപ്പൊ അതിനും കൊള്ളുകേല. ആ മുറിയിലിരുന്ന പുസ്തകമല്ല എന്തു വേണ്ടി? പടക്കം ഉണ്ടാക്കാൻ ശിവകാശിക്കാര് കടലാസ് തിരക്കി വന്നപ്പം ഞാൻ എടുത്തു കൊടുത്തു. ചേട്ടന്റെ പുസ്തകം വലിയ ഒച്ചപ്പാടുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയാ. ചേട്ടന്റെ പുസ്തകത്തിന്റെ ഒച്ചപ്പാടും പൊട്ടിത്തെറിയുമാ കേൾക്കുന്നത്. വല്ലതും കിട്ടിയോ ചേട്ടാ? 2 എണ്ണം കിട്ടിയടി. ചേട്ടത്തിയുടെ പെട്ടി തപ്പിയിട്ട് വല്ലതും കിട്ടിയോന്നാ ചോദിച്ചേ. ദേണ്ടേ, ചീട്ട് കളിക്കാർ വന്നു. അവിടെ വെട്ടി തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ലടാ. എനിക്കാണെങ്കി വിശക്കുന്നു. എങ്കിൽ പിന്നെ ചട്ടി തപ്പാൻ മേലായിരുന്നു. ഇന്നലെ ഒന്നും കഴിച്ചില്ല, വയറ് കത്തുന്നടാ. നമുക്ക് ഹോട്ടലിൽ കയറി വടയും കട്ടനും അടിക്കാൻ ചേട്ടാ. നമുക്ക് അവിടെ കേറി വല്ലതും കഴിക്കാം. ചേട്ടാ,
അത് സ്റ്റാർ ഹോട്ടലാ. സ്റ്റാർ തിന്നണ്ട, വട തിന്നാം. വട. എന്തായാലും കേറി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഗർഭമുള്ള ദോശയുണ്ടോ? എന്നതാടി അതിന് പറയുന്ന പേര്? മസാല ദോശ. എന്തൊക്കെ വേണം സാർ? എന്തൊക്കെ ഉണ്ട്? ചപ്പാത്തി, പൊറോട്ട, കോഴി, ആട, മാട, പോത്ത്, പശു, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചില്ലി കറവയുള്ള പശു ഉണ്ടോ? അല്ല, പിള്ളേര് വരുമ്പോ കുടിക്കാൻ പാലിന് പുറത്തു പോകണ്ടല്ലോ. അതിലേതാ തിന്നാൻ വേണ്ടെന്നാ അവര് ചോദിച്ചത് ചേട്ടാ. എല്ലാം ഇത്തിരിച്ച പോരട്ടെ, വായി വെച്ച് നോക്കിയിട്ട് പറയാം. അതിനവര് സമ്മതിക്കല. വായി വെക്കാൻ സമ്മതിക്കുവേലേ, പിന്നെങ്ങനെ തിന്നും? നിന്റെ കയ്യിൽ എന്തുണ്ടടാ? എന്റെ ഈ 10 വരലുണ്ട്. വേട്ടയാടെ പാട്ടിന് പോയി. ഏതായാലും ജയിലിൽ പോണം. അപ്പൊ കാര്യമായി വല്ലതും കഴിച്ചിട്ട് തന്നെ പോവാം. ഓരോ ബിരിയാണിയും മട്ടൺ ഫ്രൈയും ഐസ്ക്രീമും പോരട്ടെ, സൂപ്പും കൂടി എടുത്തോ. ബില്ലൊന്ന് കാണിച്ചാടാ. ബില്ലൊക്കെ കാണിക്കാം. നാക്കിനടിയിലിടുന്ന ഗുളിക എടുത്തിട്ടുണ്ടോ? ദേ, എന്റെ അഡ്രസ് കാർഡാ ഇത്. ഫ്രൈഡ് റൈസ് റെഡി ആവുമ്പോ അറിയിച്ചേക്ക്. ചേട്ടൻ പതിയെ എഴുന്നേറ്റാ മതി, ഞങ്ങള് കൈ കഴിയേച്ചു വരാം. ആ രണ്ടാമത്തെ മെഷീനിരിക്കുന്നത് ഞങ്ങളുടെ അങ്കിളാ. പുള്ളിക്കാരൻ ബില്ല് പേ ചെയ്തോളൂ. ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ എന്നതാ ഒരു വഴി. ഒരു പണിയുണ്ട്. എന്താടി നിന്ന് വിറയ്ക്കുന്നത്? എന്തു പറ്റി? ഞങ്ങളെ ഒരു പിള്ളേരെ പിടുത്തക്കാര് പിടിച്ചോണ്ട് വന്നതാ സാറേ. ദേണ്ടേ, അയാൾ അവിടെ അകത്തിരുന്ന് തിന്നുന്നു. എന്തിടാ പിള്ളേര്? അവരെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. നിന്നെ കുറെ നാളായിട്ട് ഞാൻ തിരക്കുന്നു. നീ പിള്ളേരെ പിടിക്കും അല്ലടാ? അയ്യോ സാർ, ഇയാളല്ല, ഒരു ചുമന്ന ഷർട്ട് ഇട്ട ആളാ. ഓടിക്കോ. അത് ബോബനല്ലയോ? എടാ ബോബ, ഒന്നിങ്ങ് വന്നേടാ. എടാ ഗോപാല പിള്ളച്ചേട്ടൻ എന്നാത്തിനാടാ വിളിക്കുന്നത്? നീ അവിടുന്ന് ബോണ്ടാ വല്ലതും തിന്നോ? ജാമ്യക്കാര് വേണോടാ? എടാ, സ്കൂളിൽ പോയച്ച് തിരികെ വരുമ്പോ ആ പോസ്റ്റ് ഓഫീസിൽ കൂടി ഒന്ന് കേറിയേക്കണം. എനിക്ക് കത്ത് വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോരണം. പോസ്റ്റ്മാൻ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരൂ. ദുബായിൽ നിന്ന് മോളുടെ കത്ത് വന്ന സമയത്ത് കിട്ടുകയില്ല. ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ചേട്ടാ. സാറേ, ചായക്കട ഗോപാലപിള്ളക്ക് കത്ത് വല്ലതും ഉണ്ടോ? ചായക്കട ഗോപാലപിള്ളയാണോ മലമറപ്പിൽ ഗോപാലപിള്ളയാണോ? ചായക്കട ഗോപാലപിള്ള. അയക്കൊരു കത്തുണ്ട്. സാറേ, എനിക്ക് കത്ത് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ പേരെന്നാ? പേരോ? അത് എഴുത്തിന്റെ പുറത്ത് കാണും. സാറേ, എന്റെ വീട്ടിലേക്ക് കത്തുണ്ടോ? നിന്റെ വീട്ടിലേക്ക് കത്തുണ്ട്. സാറേതായാലും കത്തുമായിട്ട് എന്റെ വീട്ടിലേക്ക് പോയല്ലോ. എന്നാ പിന്നെ അതാ ഈ സ്ലേറ്റ് കൂടി അങ്ങ് കൊടുത്തേക്ക്. ചേട്ടാ, ഒരു കത്തുണ്ട്. ഭേഷ്, നന്നായി. നല്ല കുട്ടികൾ. എടാ ഗോപി, ഈ ബോബനും മോളിക്കും ഓരോ കാപ്പിയും ഓരോ വടയും കൂടെ ചെന്ന് കഴിക്കും പിള്ളേരെ. എനിക്ക് കാപ്പി വേണ്ട, അതിനും കൂടെ പരിപ്പോട തന്നേര്. ഇന്നും പോസ്റ്റ് ഓഫീസിൽ കയറി നോക്കാം ഗോപാലൻ ചേട്ടന് കത്തുണ്ടോന്ന്. ആഹാ, ഇന്നും എഴുത്തുണ്ടല്ലോ. മിടുക്കൻ കുട്ടികൾ. ഗോപി, ഇവർക്ക് ഓരോ പരിപ്പോടെയും കാപ്പിയും കൂടെ. ചേട്ടാ, ഇന്നും കത്തുണ്ട്. ഗോപി, പരിപ്പോടേം കാപ്പി. നീ ഞങ്ങൾക്ക് വെളിച്ചമാകുന്നു, നീ ഞങ്ങൾക്ക് അന്നം തരുന്നവനാകുന്നു. ദൈവമേ, ഞങ്ങളുടെ അന്നുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും കിട്ടുമാറാക്കണമേ. 2 ദിവസമായിട്ട് കത്തുകളൊന്നും കിട്ടുന്നില്ല. നീ ഞങ്ങളുടെ വേദന മനസ്സിലാക്കി നിരന്തരം കത്തുകൾ അയച്ച് ഞങ്ങളോട് കരുണ കാട്ടണമേ. ആമേൻ. ഇന്നും കത്തൊന്നുമില്ല. ഇനിയിപ്പോ എന്നാ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കത്ത് നമുക്ക് തന്നെ എഴുതി ഗോപാലപിള്ള ചേട്ടന് പോസ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഗോപാലനച്ച, അച്ഛൻ എന്നും കത്തയച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ലീലയ്ക്ക് പനിയാണ്, അവിടെയും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു.
എന്ന് സ്വന്തം ശാരദ. ഇതെന്റെ മകളുടെ എഴുത്താണല്ലോ. അവൾ അങ്ങ് ദുബായിലാ. പക്ഷെ കത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് കാർഡിൽ. ഇവിടുത്തെ ഉണക്കക്കപ്പ് വരെ ഇപ്പൊ ദുബായി കിട്ടും. പിന്നെ ഒരു പോസ്റ്റ് കാർഡ്. ഇന്ന് ഗോപാലൻ ചേട്ടന് 4 കത്തുണ്ട്. ഇത് നമുക്ക് 4 ദിവസമായിട്ട് കൊടുക്കാം. നമുക്കൊരു കൂലിക്കത്തൂടെ അയക്കാം. ഈ 4 കത്ത് തീരുമ്പം അത് വരും. ഇന്നലെ എനിക്ക് 4 എഴുത്തുണ്ടായിരുന്നു. കൂലി എഴുത്തും കൊണ്ടുവന്ന പോസ്റ്റ്മാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഒരെണ്ണമേ എനിക്ക് തന്നുള്ളൂല്ലോടാ. ബാക്കി എവിടെടാ? ഇത്രയും പെട്ടെന്ന് കൂലിക്കത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ചതിച്ചു. ആ പോസ്റ്റ്മാൻ കാരണം നമ്മുടെ 3 ദിവസത്തെ പരിപ്പുടയും കാപ്പിയും പോയി. മോളി, എടി മോളി, ബോബാ ഒന്ന് എഴുന്നേക്കടാ. ദേ, ഞങ്ങള് മരണ വീട്ടിലേക്ക് പോവാ. സംസ്കാരം കഴിഞ്ഞേ വരത്തുള്ളൂ. പപ്പ അതുവഴി ചിലപ്പോ കോടതിയിലേക്ക് പോവും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒന്നും നശിപ്പിച്ചേക്കല്ലേ, പറഞ്ഞേക്കാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ബുൾസൈ ഉണ്ടാക്കാം. നീ റൊട്ടി മുറിക്കും. റൊട്ടി മുറിക്കുന്നത് അങ്ങനെയല്ല, അറുത്താ മുറിക്കുന്നത്. അയ്യോ, എന്റെ കൈ അറുത്തത്. അമർത്തി പിടിച്ചു. ഞാൻ പോയി കെട്ടാൻ തുണി എടുത്തോണ്ട് വരാം. ചോര നിന്നു. എന്നതാ ഒരു കരിഞ്ഞ മണം. അയ്യോ, മുട്ട കരിഞ്ഞു. കരിഞ്ഞ ചട്ടിയിൽ പിടിച്ചു. ഇനി ഇത് എങ്ങനെ ഇളക്കും? കത്തി വെച്ച് ചിരണ്ടി ഇളക്കിയാലോ? അത് നോൺ സ്റ്റിക്ക് ചട്ടിയാ. ചിരണ്ടിയാ പോളിഷ് പോകും. എന്നാ നമുക്കിത് കമത്തി അടിക്കാം. അപ്പൊ അത് പറഞ്ഞു പോരും. പകുതി പറഞ്ഞു പോന്നു. കർത്താവേ, 600 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചതാ. അമ്മച്ചി കണ്ട കൊന്നത് തന്നെ. നമുക്ക് മുട്ടയടച്ച് ഹോംപ്ലേറ്റ് ഉണ്ടാക്കാം. ഹോംപ്ലേറ്റ് അല്ലടി, ആംപ്ലേറ്റ്. ഞാൻ പോയി മുട്ട പതയ്ക്കുന്ന മെഷീൻ എടുത്തുകൊണ്ട് വരാം. ലോൺ അമർത്തി പിടിക്കണം. ഈ പാത്രത്തിന് എന്ത് പറ്റി? അയ്യോ, പാത്രം തുളഞ്ഞല്ലോടി. മുട്ടയുടയ്ക്കുന്ന ബ്ലേഡ് ഇതാ. നീ മുട്ടയുടച്ചതേ തടി തുരക്കുന്ന ബ്ലേഡ് ഇട്ടായിരുന്നു. തടിയും തുളഞ്ഞു. മുട്ട ഉണ്ടായിരുന്നതും തീർന്നു. ഒരു ചക്ക ഇരിപ്പുണ്ട്. നമുക്കൊരു ചക്കപ്പുഴുക്ക് വെക്കാം. കത്തി കേറുന്നില്ലല്ലോടി. അമ്മച്ചി കോടാലിക്കാ വെട്ടി പിളർക്കുന്നത്. ഞാൻ പിടിക്കാം. നീ കോടാലിക്ക് വെട്ട്. നീ കൈമാറ്റിക്കോ. കൈമാറ്റിയപ്പോ ചക്ക ഉരുണ്ടതാ. മേശയ്ക്ക് ചരിവുണ്ടായിരുന്നു. ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചു തരണം. ഒരു മാങ്ങ എറിഞ്ഞിട്ട് തിന്നാൻ പൂതിയാകുന്നു. എനിക്കും മാങ്ങേറിയെണ്ണം. കല്ലെടുത്ത് പൊക്കാൻ പറ്റാത്തവനാ മാങ്ങേറിയാൻ പോണേ. ഓ, മാങ്ങയൊക്കെ എറിഞ്ഞു മടുത്തു. അതിലൊന്നും ഒരു രസവും ഇല്ല. നമുക്ക് കുറെ കൂടി വലിയ വല്ലതും നോക്കിയാലോ? എന്നാ പിന്നെ ചക്ക എറിഞ്ഞിടാ. അത് കൊള്ളാം. ചേട്ടത്തിയുടെ പ്ലാവിലെ ഒരു ചക്ക പഴുത്തു നിൽപ്പുണ്ട്. ഓടാ ചവി, എന്നിട്ട് വേണം നമ്മുടെ തലകുളിയാൻ. എറിഞ്ഞിടാൻ പറ്റില്ല. നമുക്ക് കേറി പറിക്കാം. ഏണിയില്ലാതെ എങ്ങനെ കേറും? ഒരു വഴിയുണ്ട്. ഇതുകൊണ്ട് എന്നാ ചെയ്യാനാ? ഒരു കല്ലിൽ ചരട് കെട്ടി മരത്തിലോട്ട് എറിയാം. അതിന്റെ ഒരറ്റം ഇതിൽ കെട്ടുന്നു. ഇതിനകത്തിരിക്കുന്നയാളെ കയറിന്റെ മറ്റേ അറ്റം വലിച്ച് പതുക്കെ പതുക്കെ മുകളിലേക്ക് പൊക്കുന്നു. ചക്ക താഴേക്ക്. അത് കൊള്ളാമല്ലോ. എന്നാ പണി തുടങ്ങാം. ഇതാ നമ്മുടെ ബഹിരാകാശ പേടകം ചക്കയെ ലക്ഷ്യമാക്കി കുതിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 9,
8, 7, 6, 5, 4, 3, 2, 1, 0. നമ്മുടെ ധീരനായ കോസ്മാനോട്ട് ബോബൻ ഗഗാറിൻ പേടകത്തിന്റെ കയറുകളിൽ അള്ളിപ്പിടിച്ച് ധീരനായിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 92. ഒറ്റ എണ്ണത്തിന് വലിച്ചാനറിഞ്ഞൂടാ, ഞാൻ ഒറ്റച്ച് വലിച്ചാനെ. നീ പോടാ ആരാണ് അവിടെ? കാലാവസ്ഥയിൽ ഉണ്ടാകാനിടയുള്ള ചില മാറ്റങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഉടനെ തന്നെ ഇടിയോട് കൂടിയ കാറ്റ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ബഹിരാകാശ സഞ്ചാരി കരുതിയിരിക്കുക. ആരാണ് പ്ലാവെ കയറിയത്? എല്ലാത്തിനും ഞാനിന്ന് കൊല്ലും. വന്ന പ്ലാവേലായ കളി. ആഹാ. പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് പേടകം ആടിയുലയുകയാണ്. ഗഗനചാരിയുടെ ഇപ്പോഴത്തെ നാടിയിടിപ്പ് മിനിറ്റിൽ 150. അയ്യോ, ഓടിക്കോ ഓടിക്കോ. ആരും പോകരുത്. ബഹിരാകാശത്ത് വെച്ച് തകർന്ന പേടകം ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയുണ്ടായി. ബഹിരാകാശ സഞ്ചാരി ഇപ്പോൾ ആശുപത്രിയെ ലക്ഷ്യമാക്കി പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്.